ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ ചടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിന് ആധാരമായി എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആദിമ നൂറ്റാണ്ടിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് പാപമോചനം നേടി ദൈവമക്കളായി തീർന്ന ദൈവജനത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന് എഴുതുന്ന വചനഭാഗമാണ് ഇത്. എല്ലാ കാലത്തുമുള്ള വ്യക്തികൾക്ക്, അതായത് പാപപരിഹാരകനായ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന ഏതൊരു വ്യക്തിക്കും അനുഭവമാകുന്ന വാഗ്ദത്ത വാക്യമാണ് ഇത്. പഴയ നിയമത്തിൽ ചില പുസ്തകങ്ങളിലും മറ്റ് നിരവധി ഭാഗങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ആശയമാണ് ഇത്. ഈ ലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതികളും അനുഭവങ്ങളും അവസ്ഥകളുമാണ് ഉള്ളത്. ഓരോരുത്തരുടെയും സ്ഥിതിഗതികൾ അവർക്ക് മാത്രം അറിയാം. ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാത്തതുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാവുന്നതുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിലും ആ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഇത്. ഈ വാക്യത്തിന് ഘനതരമായ നിരവധി ആശയങ്ങൾ ഉണ്ട്. ലളിതമായ ചില ചിന്തകൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവം പറയുന്നു ഞാൻ. ഈ ഞാൻ എന്ന പ്രയോഗം ദൈവത്തെ സംബന്ധിച്ച് തിരുവെഴുത്തുകളുടെ പ്രാരംഭ പുസ്തകം മുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പ്രത്യേകിച്ച് 2-ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ച് മോശ പറയുന്നുണ്ട്. ഞാൻ ഈ ദൗത്യവുമായി പോകുമ്പോൾ ആരാണ് അയച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. അതേ വാക്കാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. നിത്യനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവം. മനുഷ്യർക്ക് തലമുറകളുണ്ട്, തലമുറകൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ എല്ലാ തലമുറകളിലും മാറാതെ നിൽക്കുന്ന ഏക വ്യക്തി പ്രഭാവമാണ് ദൈവം. ആ ദൈവം എല്ലാ കാലത്തുമുള്ള ഏത് തലമുറയിലുമുള്ള മനുഷ്യനോട് പറയുന്ന വാക്ക് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ധൈര്യം. ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് വ്യക്തിപരമായി വിവിധ അനുഭവങ്ങളിലൂടെ, കുടുംബമായി വിവിധ അനുഭവങ്ങളിലൂടെ, സഭയായി വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണിത്. ഞാൻ നിന്നെ ഒരു നാളും, വ്യക്തിപരമാണത്, ഞാൻ നിന്നെ. പ്രിയമുള്ളവരെ, ഈ വാക്ക് നമ്മുടെ ഹൃദയത്തെ കോരിത്തെരിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ ഹൃദയം പകരുവാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ കഴിയുന്ന നിലയിൽ വ്യക്തിപരമായൊരു ബന്ധം നാമുമായി ദൈവത്തിനുണ്ട്. ദൈവം പറയുന്നു ഞാൻ നിന്നെ, നമ്മെ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവം. ഈ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുന്ന വാക്കുകൾ നാം പരിശോധിച്ചാൽ തിരുവെഴുത്തിലെ പല വേദഭാഗങ്ങളിലും തൻ്റെ ജനത്തിൻ്റെ കൈക്കു പിടിച്ച് അവരുടെ ജീവിതമാകുന്ന വഴികളിലൂടെ നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ, വിശ്വാസി സ്വയം നടക്കുകയല്ല, ദൈവം ആ വ്യക്തിയെ കൈപിടിച്ച് നടത്തുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കൈ പിടിച്ചിരിക്കുന്ന ദൈവം ഒരിക്കലും ആരെയാണോ പിടിച്ചിരിക്കുന്ന അയാളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. എന്താ കാര്യം? കൂടെ നടക്കുന്ന, കൈപിടിച്ചിരിക്കുന്ന ദൈവം ഏറ്റവും ഉന്നതനും
വാക്കുമാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും കർത്താവ് നമ്മുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും പരാജയങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരാ. പക്ഷേ എന്ത് സംഭവിച്ചാലും ഏത് വിധത്തിലും നമ്മെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ദൈവം. ചില സന്ദർഭങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ വരുമ്പോഴാണ്. എന്നാൽ ഈ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവിനെ സംബന്ധിച്ച് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ നാമുമായി ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതി നമ്മുടെ കർത്താവിനില്ല. നമുക്ക് പരാജയമുണ്ടാകുമ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുന്ന, നാം പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമ്മെ സൂക്ഷിച്ച് കരുതുന്ന നമ്മുടെ നല്ല കർത്താവ്, ആ കർത്താവാണ് നമ്മുടെ ദൈവം. ഇതേ ആശയം തന്നെ മറ്റൊരു വീക്ഷണത്തിൽ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരുമില്ലാത്തവരായി, നടത്താൻ ഒരു നാഥനില്ലാത്തവനായി നിങ്ങളെ വിടുകയില്ല. കർത്താവ് നമുക്ക് നായകനായി, നടത്തുന്നവനായി, കൈപിടിക്കുന്നവനായി, നമ്മെ നയിക്കുന്നവനായി കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും നമ്മോടുകൂടെ ഇരിക്കുന്ന നല്ല കർത്താവ്. ഇതനുഭവിച്ചവരാണ് മുൻ തലമുറകളിലെ വിശ്വാസ സമൂഹം. നാമും ഇന്ന് അതനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിത്യത എത്തുവോളം, തൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കുവോളം നമ്മെ അനാഥരായി വിടാത്ത, കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഈ നല്ല കർത്താവ്. അതിൻ്റെ മറ്റൊരാശയം, ഒരിക്കലും ഒരു കാരണത്താലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത, നിത്യതയെത്തുവോളം നമ്മെ കൊണ്ടുപോകുന്ന ഈ നല്ല കർത്താവിൽ ശരണപ്പെട്ട് ആവശ്യങ്ങൾ അറിയിച്ച് ഒരു നല്ല ജീവിതം നമുക്ക് തുടരാം. ഒരിക്കലും നമുക്ക് നമ്മുടെ കർത്താവിനെ വിട്ടുപോകാൻ കഴിയുകയില്ല. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. അന്ത്യത്തോളം നടത്തുന്ന നല്ല കർത്താവിനായി സ്തോത്രം. ഏത് പരിതസ്ഥിതിയിലും ഏത് സാഹചര്യത്തിലും നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, ഉപേക്ഷിക്കാതെ എത്തിക്കുന്ന ഈ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനായി നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.